മനുഷ്യന്റെ ഏറ്റവും വലിയ നിസ്സഹായതയാണ് വേദന. നോവാറ്റി നൊമ്പരമകറ്റുന്നവർ ദൈവതുല്യരാണ്. വൈദ്യശാസ്ത്രത്തിന്റെ അത്യാധുനിക സാധ്യതകളെ ഉപയോഗപ്പെടുത്തി കാരുണ്യത്തിന്റെ സ്പർശമാവുക എന്ന ലക്ഷ്യത്തോടെയാണ് മൂവാറ്റുപുഴയുടെ ഹൃദയഭാഗത്ത് നിർമ്മല മെഡിക്കൽ സെന്റർ സ്ഥാപിതമായത്. ആതുര സേവന രംഗത്തെ 2 പതിറ്റാണ്ടിന്റെ ചരിത്രം നിർമ്മല പറഞ്ഞുവെക്കുമ്പോൾ അത് മൂവാറ്റുപുഴയുടെ പുരോഗതിയുടെ ചരിത്രം കൂടിയാണ്. നിർമ്മല മെഡിക്കൽ സെൻറ്റർ തുടങ്ങണമെന്നുള്ളത് FCC വിമല പ്രൊവിൻസിൻ്റെ ഒരാവശ്യമായിരുന്നു. ധാരാളം സിസ്റ്റേഴ്സ് ജനറൽ നഴ്സിംഗ്, BSc നഴ്സിംഗ് തുടങ്ങി മെഡിക്കൽ ഫീൽഡിൽ പരിശീലനം സിദ്ധിച്ചവരും ഡോക്ടർമാരും നമുക്കുണ്ടായിരുന്നു. ആ സാഹചര്യത്തിലൊക്കെ സിസ്റ്റേഴ്സ് മറ്റു പല ഹോസ്പിറ്റലുകളിലും പോയി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് സ്വന്തമായ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാകണമെന്ന് സഭാംഗങ്ങൾ, പ്രത്യേകിച്ച് സിനാക്സിസ് മെമ്പേഴ്സ് പലപ്പോഴും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാവരുടെയും താല്പര്യങ്ങളും ആവശ്യവും പരിഗണിച്ച് ഹോസ്പിറ്റലിൽ തുടങ്ങാം എന്ന് നമ്മൾ തീരുമാനിച്ചു. അതിനായിട്ട് മൂവാറ്റുപുഴയുള്ള ഒരു വീട്ടുകാര്, പടന്നമാക്കൽ എന്ന് പറയുന്ന ഒരു വീട്ടുകാര് കുറച്ച് സ്ഥലം ഈ പ്രദേശത്ത് കൊടുക്കുന്നുണ്ട്. ഹോസ്പിറ്റൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമാണ് അത് കൊടുക്കാൻ എന്നവർ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഈ പ്രദേശത്തുള്ള ബഹുമാനപ്പെട്ട വൈദികരും ജനങ്ങളും നമ്മളോട് പറഞ്ഞു, ഇപ്പോൾ ഒരു സ്ഥലം കിട്ടാനുണ്ട്, നിങ്ങൾ ഹോസ്പിറ്റലിൽ തുടങ്ങുന്നുണ്ടെങ്കിൽ ഇപ്പോഴും നല്ല സമയമാണത്, തുടങ്ങാം, സ്ഥലം വാങ്ങിച്ചിടാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പ്രൊവിൻഷ്യൽ കൗൺസിൽ കൂടി ഞങ്ങൾ തീരുമാനിച്ചു, നമുക്ക് സ്ഥലം വാങ്ങിക്കാം. അത്യാവശ്യമായിട്ടുള്ള പൈസ പല ഭാഗങ്ങളിൽ നിന്നായി നമ്മൾ സംഘടിപ്പിച്ച് 1997 ഹോസ്പിറ്റലിൽ തുടങ്ങാനുള്ള നടപടികൾ സ്വീകരിക്കുകയായിരുന്നു. അത്യാവശ്യം വേണ്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ, അതുപോലെ OPകൾ, ഹോസ്പിറ്റലിലെ മറ്റ് മെഷീനുകൾ, പേഷ്യൻസിൻ്റെ ബെഡുകൾ, വാർഡുകൾ, ഇതെല്ലാം കുറച്ചെല്ലാം നമ്മൾ 2001 ആയപ്പോഴേക്കും ഇവിടെ രൂപപ്പെടുത്തി. അതുപോലെ തന്നെ അത്യാവശ്യം വേണ്ട ഡോക്ടേഴ്സിനെയും, ആദ്യം 7 ഡോക്ടേഴ്സിനെയാണ് നമുക്ക് ഇവിടെ വയ്ക്കാൻ സാധിച്ചത്. ആ ഡോക്ടേഴ്സിനെയെല്ലാം വേഗം കണ്ടെത്തി നമ്മളങ്ങനെ 2001 നമ്മൾ ഹോസ്പിറ്റലിൽ തുടങ്ങുകയായിരുന്നു. 2003 ആയപ്പോഴേക്കും ഹോസ്പിറ്റലിൻ്റെ പണികൾ ഏതാണ്ടൊക്കെ പൂർത്തിയായി, കുറേ കൂടെ മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു. അപ്പോൾ സിസ്റ്റേഴ്സ് പറഞ്ഞു, അതിൻ്റെ ചുമതല ഞാൻ തന്നെ ഏറ്റെടുക്കണമെന്ന്. അധികാരികളും അത് തന്നെ ആവശ്യപ്പെട്ടു. അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള ആ ഉത്തരവാദിത്വം ഞാനന്ന് ഏറ്റെടുത്തു 2003. പിന്നെ തുടർന്നുള്ള ഇങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ ഹോസ്പിറ്റലിൻ്റെ വിവിധങ്ങളായ വളർച്ചയ്ക്ക് വേണ്ടി ചെയ്യാനുള്ളതെല്ലാം ചെയ്യണമെന്ന് ആലോചിച്ചു. ആദ്യമായിട്ടൊരു സ്കൂൾ ഓഫ് നഴ്സിംഗ് പണിയണം എന്ന് മനസ്സിൽ വന്നു. ആ സ്കൂൾ ഓഫ് നഴ്സിംഗ് പണിയാനുള്ള പ്ലാനുകളും പദ്ധതികളും എല്ലാം തയ്യാറാക്കി. അങ്ങനെ സ്കൂളിന് അംഗീകാരവും നമ്മൾ വാങ്ങിച്ചു. തുടർന്ന് സ്കൂൾ ഓഫ് നഴ്സിംഗ് ചെറിയ തോതിൽ തുടങ്ങി. നിർമ്മല മെഡിക്കൽ സെന്ററിന്റെ അനുഗ്രഹ നിഴലിൽ ജ്ഞാനവും കരുണയും കൈകോർക്കുമ്പോൾ ഇവിടെ രൂപം കൊള്ളുന്നത് നൈപുണ്യമുള്ള കരങ്ങൾ മാത്രമല്ല, മറിച്ച് ദൈവസ്നേഹത്തിന്റെ സ്പർശവുമായി ലോകത്തിന്റെ വേദനകൾക്ക് ആശ്വാസം പകരുന്ന ഹൃദയങ്ങളുമാണ്. ഈ 25ാം ജൂബിലി ആഘോഷത്തിൽ വിശ്വാസത്തിന്റെ ശക്തിയോടെ, സേവനത്തിന്റെ ആത്മാവോടെ, ദൈവസ്നേഹത്തിന്റെ ശുശ്രൂഷയുടെ പാഠങ്ങൾ ഇളം തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. തുടർന്ന് ഹോസ്പിറ്റലിലെ വളർച്ച ക്രമേണ പുരോഗമിച്ചു കൊണ്ടിരുന്നു. ബെഡ് സ്ട്രെങ്ത് കൂട്ടിക്കൊണ്ടിരുന്നു. അതുപോലെ തന്നെ ഡോക്ടേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റുകളും നമ്മൾ ആവശ്യാനുസരണം നിർവഹിച്ചു കൊണ്ടിരുന്നു. 10 വർഷം ആയപ്പോഴേക്കും വേറൊരു ചിന്ത കൂടെ വന്നു, ഒരു BSc നഴ്സിംഗ് കൂടി നമ്മൾ തുടങ്ങണം. അത് നാട്ടുകാർ പലരും നമ്മളോട് ആവശ്യപ്പെട്ടു, അങ്ങനെ തുടങ്ങേണ്ട ആവശ്യമുണ്ട്. കുട്ടികളെല്ലാം പല സ്ഥലങ്ങളിലും പോയി പഠിക്കുകയാണ്. നിർമ്മല മെഡിക്കൽ സെൻറ്ററിൽ ഒരു കോളേജ് ഓഫ് നഴ്സിംഗ് ഉണ്ടെങ്കിൽ അതിൽ കുട്ടികളെ നമുക്ക് പഠിപ്പിക്കാമല്ലോ എന്നൊക്കെ ആളുകൾ നമ്മളെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ നമ്മൾ അതിനായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു. അപ്പോഴെൻ്റെ മനസ്സിൽ തോന്നി, BSc നഴ്സിംഗ്, പോസ്റ്റ് BSc നഴ്സിംഗും രണ്ടും ഒപ്പം തുടങ്ങാം. നല്ല റിസൾട്ടോടുകൂടി കുട്ടികൾ പാസ്സാകുന്നുണ്ട്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ അത്യാവശ്യത്തിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഹോസ്പിറ്റലിൽ ഇന്ന് ലഭ്യമാക്കിയിട്ടുണ്ട്.
ഞാനിവിടെ വരുമ്പോൾ കോവിഡ് കാലമായിരുന്നു. ഇവിടെ 10 ബാച്ച് സ്റ്റുഡൻസാണ് ഗ്രാജുവേറ്റഡായി ഇവിടുന്ന് പുറത്തു പോയത്. അവർ ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ നല്ല പ്രതിബദ്ധതയുള്ള കുട്ടികളും മിടുക്കരും നല്ല കോമ്പറ്റൻ്റ് ആയിട്ടുള്ളവരും പ്രൊഫഷണലിസം കാത്തു സൂക്ഷിക്കുന്നവരുമായ കുട്ടികളാണ്. എല്ലാ വർഷവും നമുക്ക് 100% റിസൾട്ട് 4-ാം വർഷം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെ പെൺകുട്ടികൾക്കായിട്ട് ഒരു ഹോസ്റ്റൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. ബോയ്സിനുള്ള ഹോസ്റ്റൽ നമുക്ക് സ്വന്തമായിട്ടില്ല. ഇവിടെ റെൻ്റഡ് ഹോസ്റ്റലിൽ അവർ താമസിച്ച് പഠിക്കുന്നു. നമ്മുടെ നാടിന് സുദീർഘമായ സേവനം കാഴ്ചവെച്ച നിർമ്മല മെഡിക്കൽ സെൻറ്റർ ഹോസ്പിറ്റലിന് ഈ ജൂബിലി ആഘോഷവേളയിൽ ഏറ്റവും നല്ല രീതിയിലുള്ള എല്ലാ ആശംസകളും ഹൃദയത്തിൻ്റെ മികവിൽ നിന്ന് ഞാൻ ആശംസിക്കുന്നു. ഹോസ്പിറ്റൽ ആരംഭിച്ചിട്ട് 25 വർഷങ്ങളിലേക്ക് കടക്കുകയാണ്. ഈ അവസരത്തിൽ ഹോസ്പിറ്റലിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും അതുപോലെ ഈ നാട്ടുകാരായ സഹോദരങ്ങളുടെ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും നമ്മളോട് ആത്മാർത്ഥമായി സഹകരിച്ചും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട വൈദികരും രൂപത അധികാരികൾ, പ്രത്യേകിച്ച് അഭിവന്യ പിതാക്കന്മാർ, മാർ പുന്നക്കോട്ടിൽ പിതാവ്, അതിനുശേഷം ഇപ്പോൾ ചാർജ് വഹിക്കുന്ന മാർ മടത്തിക്കണ്ടത്തിൽ പിതാവും, ബഹുമാനപ്പെട്ട വൈദികരും ഇടവക വികാരിമാരും, ഈ എല്ലാവരും ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് നമ്മളെ സഹായിക്കുകയും നമ്മളോട് കൂടെ നിൽക്കുകയും ചെയ്തവരാണ്. ഈ 25ാമത്തെ ജൂബിലി വർഷം ഏറ്റവും മനോഹരമായി നടത്തുവാൻ, ആഘോഷിക്കുവാൻ, ആചരിക്കുവാൻ കരുണാനിധിയായ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. കർത്താവിന് നന്ദി പറയുവിൻ. അവിടുന്ന് നല്ലവനാണ്, അവിടുന്ന് കാരുണ്യവാനാണ്. ജീവിതം ഒരു തീർത്ഥാടനമാണ്. ഈ തീർത്ഥാടന ഭൂമിയിൽ ജീവിതത്തിൻ്റെ ഒഴുക്കുകൾ ഒന്നിച്ചു ചേരുന്ന ഒരിടം, അധ്വാനിക്കുന്ന മനുഷ്യരുടെ പ്രാർത്ഥനകളും പ്രതീക്ഷകളും കൂടിച്ചേരുന്ന ഒരു വിശുദ്ധ ഭൂമി. മൂവാറ്റുപുഴയുടെ ഹൃദയഭാഗത്ത് ത്രിവേണി സംഗമത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അരികിൽ 4 നൂറ്റാണ്ടിനു മുമ്പ് തുടങ്ങിവെച്ച സ്നേഹസേവനത്തിൻ്റെ ഒരു സ്മാരകമാണ് ഈ നിർമ്മല മെഡിക്കൽ സെൻറ്റർ എന്ന ആതുരാലയം. 2001 മെയ് 12 ചെറിയ തുടക്കം. എന്നാൽ വലിയ സ്വപ്നങ്ങൾക്കൊപ്പം കരുണാമയനായ കർത്താവിൻ്റെ കരം പിടിച്ച് ദൈവമഹത്വവും മനുഷ്യനന്മയും ലക്ഷ്യമാക്കി ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷൻ കോതമംഗലം വിമല പ്രൊവിൻസ് ആരംഭിച്ചതാണ് ഈ ആതുര ശുശ്രൂഷ കേന്ദ്രം. ലവ് ഇൻ സർവീസ്, ഇതാണ് ഈ ആതുരാലയത്തിൻ്റെ ജീവസ്പന്ദനം. സാധാരണ ചികിത്സാ കേന്ദ്രമല്ല ഇത്. വേദനയിൽ കഴിയുന്നവർക്കൊരാശ്വാസം, ആശ നഷ്ടപ്പെട്ടവർക്കൊരു പ്രതീക്ഷ, ഒറ്റപ്പെട്ടവർക്കൊരു കരുതൽ, സ്വപ്നങ്ങൾക്കൊരു ചിറക് എന്നിങ്ങനെ നിർമ്മല മെഡിക്കൽ സെൻറ്ററിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങളായ നഴ്സിംഗ് കോളേജ്, നഴ്സിംഗ് സ്കൂൾ എന്നിവയുടെ തുടക്കവും വളർച്ചയും. വർഷങ്ങൾ പിന്നിട്ടു, സേവനത്തിൻ്റെ പാത വളർന്നു. ഇന്ന് സിൽവർ ജൂബിലി നിറവിൽ. ആധുനിക സൗകര്യങ്ങൾ, പ്രഗത്ഭരായ ഡോക്ടേഴ്സ്, ത്യാഗസന്നദ്ധരായ സ്റ്റാഫംഗങ്ങൾ, മാറുന്ന ലോകത്തിനൊപ്പം മാറ്റത്തിന് ചുവടുകൾ വച്ച് മുന്നേറുമ്പോഴും മാറ്റമില്ലാത്ത ദൈവസ്നേഹത്തിനൊരു സാക്ഷ്യമായി മൂവാറ്റുപുഴയ്ക്കൊരു മുതൽക്കൂട്ടായി ഉയർന്നു നിൽക്കുന്നു ഈ ആതുരാലയം. രോഗബാധിതരുടെ സൗഖ്യം മാത്രമല്ല, അവരുടെ മനസ്സിനെയും ആത്മാവിനെയും സ്പർശിക്കുന്ന ഒരു സമഗ്ര സേവനമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിജീവിതത്തിൻ്റെ പെടാപ്പാടുകൾക്കിടയിൽ ഇന്ന് മൂവാറ്റുപുഴ നഗരത്തിനൊരു തിലകക്കുറിയായി 25 വർഷങ്ങളുടെ സാക്ഷ്യവുമായി സേവനത്തിൻ്റെ രജത ജൂബിലി ആഘോഷിക്കുമ്പോൾ തന്ന കൃപകൾക്ക് നല്ല ദൈവമേ നന്ദി. ഒപ്പം നന്ദിയോടെ ഓർക്കുന്നു ഈ യാത്രയിൽ കൂടെയുണ്ടായിരുന്ന ഓരോരുത്തരെയും. അവരുടെ കരുതലിന്, കാവലിന്, സഹായ സഹകരണങ്ങൾക്ക് നിറമനസ്സോടെ നന്ദി. നിർമ്മലാംബികയുടെ മടിത്തട്ടിൽ എല്ലാവർക്കും സംരക്ഷണവും സൗഖ്യവും പ്രാർത്ഥിച്ചുകൊണ്ട് സിൽവർ ജൂബിലിയുടെ മംഗളങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആശംസിക്കുന്നു. ദൈവപരിപാലനയുടെയും FCC കോതമംഗലം വിമല പ്രൊവിൻസിന്റെ നിസ്വാർത്ഥ പ്രയത്നത്തിന്റെയും ക്രാന്തദർശിയായ ബഹുമാനപ്പെട്ട ജോവിയറ്റമ്മയുടെ നേതൃത്വ പാടവത്തിന്റെയും ഫലമായി ഇന്ന് നിർമ്മല മെഡിക്കൽ സെന്റർ ജൂബിലി നിറവിൽ നിൽക്കുന്നു. ഈ ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ ഈ ആഘോഷത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഏറെ
സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. കഴിഞ്ഞ 25 വർഷങ്ങളായി സാമൂഹിക പ്രതിബദ്ധതയോടെ, ശുശ്രൂഷ മനോഭാവത്തോടെ കാലത്തിനൊപ്പം ചുവടുവയ്ക്കുവാൻ ഈ ആതുരാലയത്തിന് കഴിഞ്ഞു എന്നത് നന്ദിപൂർവ്വം അനുസ്മരിക്കുന്നു. 2020 മുതൽ പ്രോസസ് ഓഫ് ഡിജിറ്റലൈസേഷൻ, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാംസ്, വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ നവീകരണങ്ങൾ, പുതിയ ഡിപ്പാർട്ട്മെന്റുകളുടെ ആരംഭം എന്നിവയിലൂടെ ആതുര സേവനം കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ നിർവഹിച്ചു വരുന്നു. 2023 ചുമതല ഏൽപ്പിക്കപ്പെട്ടപ്പോൾ മുൻകാലങ്ങളിൽ എന്ന പോലെ തന്നെ നല്ല സേവനങ്ങൾ നിർമ്മലയിൽ നിന്നും ലഭ്യമാക്കണം എന്ന ആഗ്രഹത്തോടെ പുതിയ കാത്ത് ലാബ് നിർമ്മിച്ച് മികച്ച സേവനം നൽകി വരുന്നു. കാത്ത് ലാബ് ഒരു ഹോസ്പിറ്റൽ 24 അവർ ആക്റ്റീവ് ആണെങ്കിൽ നമുക്ക് എമർജൻസി ആയിട്ട് പേഷ്യൻ്റ് എപ്പോൾ വേണമെങ്കിലും ആൻജിയോഗ്രാമിനും ആൻജിയോപ്ലാസ്റ്റിക്കും എടുക്കാമെന്നുള്ളതാണ് അതിൻ്റെ അത്. അപ്പോൾ യൂഷ്വലി പല പേഷ്യൻസും അറ്റാക്കായിട്ട് നമ്മുടെ കാഷ്വാലിറ്റിയിൽ വരുമ്പം പേഷ്യൻ്റ് നല്ല സിവിയർ ചെസ്റ്റ് പെയിൻ ഉണ്ടാവും, അല്ലെങ്കിൽ BP ഫോളിലായിരിക്കും. ചിലർക്ക് അരിത്മിയാസ്, അപ്പം പല പ്രാവശ്യവും VF-ലും അങ്ങനെ ഒരു പേഷ്യൻറ്റിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലായിരിക്കും. പല പ്രാവശ്യവും ഷോക്ക് കൊടുത്തിട്ട് കാർഡിയക് അറസ്റ്റിൽ നിന്ന് റിവൈവ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പേഷ്യൻറ്റിനെ കാത്ത് ലാബിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ അത്രയും നമുക്ക് കാത്ത് ലാബ് അവൈലബിൾ ആണെങ്കിൽ പെട്ടെന്ന് പേഷ്യൻറ്റിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് കാത്ത് ലാബിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ ഞങ്ങളിവിടെ വന്ന ശേഷം ഒരു 300-400 പ്രൊസീജറോളം ചെയ്ത് കഴിഞ്ഞു. 2024-25 കാലയളവിൽ ആരോഗ്യ പരിപാലന രംഗത്ത് ഈ ആശുപത്രിക്ക് പല അംഗീകാരങ്ങളും ലഭിച്ചു. ISO, OSHA, മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റി ഗ്രീൻ ഹോസ്പിറ്റൽ അവാർഡ് മുതലായവ ഇതിൽപ്പെടുന്നു. കൂടാതെ മൂവാറ്റുപുഴയിലെ NABH ഫുൾ അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ച ഏക ആശുപത്രി എന്ന നിലയിലും നിർമ്മലയ്ക്ക് അഭിമാനമുണ്ട്. ഈ ജൂബിലി വർഷം നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ, സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ, സ്റ്റാഫ് എംപവർമെന്റ് ആൻഡ് എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ് ഇവയിലൂടെ പ്രവർത്തന നിരതമായിരുന്നു. ഇന്ന് ജൂബിലി സമാപനത്തിൽ എത്തി നിൽക്കുമ്പോൾ 20 ബെഡുകളോട് കൂടിയ അത്യാധുനിക സൗകര്യങ്ങളോടെ നവീകരിച്ച ഡയാലിസിസ് യൂണിറ്റിന്റെ ഉദ്ഘാടനം, അർഹരായ 2 ജീവനക്കാർക്ക് വീട് നിർമ്മിച്ചു നൽകൽ ഇവ പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട്. എല്ലാ പ്രവർത്തനങ്ങൾക്കും വഴികാട്ടിയായ സർവശക്തനായ ദൈവത്തോട് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. കൂടാതെ ഒപ്പം നിന്ന് പ്രവർത്തിച്ച സിസ്റ്റേഴ്സ്, മാനേജ്മെന്റ് ടീം, ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് ആൻഡ് സ്റ്റാഫ് എല്ലാവർക്കും നന്ദി. ഹോസ്പിറ്റൽ രജത ജൂബിലി മംഗളങ്ങൾ ഏവർക്കും സ്നേഹത്തോടെ ആശംസിക്കുന്നു. ഇനിയും ഒരുമിച്ച് കൈകോർക്കാം നല്ല നാളേക്കായി. 25 വർഷങ്ങൾ പിന്നിടുന്ന നിർമ്മലയിൽ ഇന്ന് സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി, ഡയഗ്നോസ്റ്റിക് സർവീസസ്, ലബോറട്ടറി, റേഡിയോളജി കൂടാതെ മറ്റ് സപ്പോർട്ട് സർവീസുകളും ലഭ്യമാണ്. ആധുനിക സംവിധാനങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തി മികച്ച സേവനം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ദൗത്യം പൂർത്തിയാക്കാൻ അങ്ങേയറ്റം പരിശ്രമിക്കുമ്പോഴും കരുതലിന്റെ കരമാകാൻ നിർമ്മല മറന്നിട്ടില്ല. രജത ജൂബിലിയുടെ നിറവിൽ നിർമ്മല തിളങ്ങി നിൽക്കുമ്പോൾ നിർമ്മല മെഡിക്കൽ സെന്ററിന്റെ വളർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഏവരെയും സ്നേഹപൂർവ്വം ഓർക്കുന്നു. നിങ്ങളുടെ ചുണ്ടിലെ പുഞ്ചിരി മായാതിരിക്കാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും.